മാവേലിക്കരയിൽ പകുതിയിൽ കൂടുതൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. 4,71,447 വോട്ട് എണ്ണി. ഇനി 4,06,913 വോട്ട് എണ്ണാനുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് സേഫ് ആയി എന്ന് പറയാറായിട്ടില്ല. 8,109 വോട്ടുകളുടെ ലീഡ് മാത്രമേ ഉള്ളൂ. സേഫ് ആയിട്ടില്ല കൊടിക്കുന്നിൽ സുരേഷ്. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വി ജോയിയുടെ നില അല്പം കൂടി മെച്ചപ്പെടും. കഴിഞ്ഞ തവണ കനൽ ഒരു തരിയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 2 തരിയാകാനുള്ള സാധ്യതയുണ്ട്. അതെ, വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. മധു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ CPM കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കിയാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നാണ് മത്സരിച്ചത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല CPM നേതാക്കൾക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് അവിടെ പോയി വോട്ട് പോലും ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. കൊടിയെ ഒരുമിച്ച് കെട്ടിയിട്ടാണ് ഇങ്ങനെ വീശുന്നത് സ്ഥാനാർത്ഥികൾ. അതെ, അവരവിടെ പോയി വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കണം. ഇപ്പൊ മണിക് സർക്കാർ അവിടെ വോട്ട് ചോദിച്ചു, അദ്ദേഹത്തിന് പ്രശ്നമില്ല, അവിടെ വേറെ നിവൃത്തിയില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ കൂട്ടത്തിൽ ചേർന്ന് മത്സരിക്കുന്നിടത്ത് പോയി വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ BJP-ക്കാരും കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ BJP-ക്കാർ ഇത് പറയില്ലേ, പ്രചരിപ്പിക്കില്ലേ, വലിയ രീതിയിൽ ആക്ഷേപം. ലീഡ് കുറയുന്നു. ആറ്റിങ്ങൽ 1,300 ജോയിയുടെ ലീഡ് കുറയുകയാണ്. 1,709 വോട്ടിൽ ലീഡ് കുറയുന്നു. എൻജോയ് ചെയ്യാൻ സമയമായി 292, 228 എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ഇലക്ട്രേറ്റ് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമുണ്ട്: ഒറ്റക്കല്ലിൽ കൊത്തിയതല്ല ഇന്ത്യ, ഒറ്റക്കല്ലിൽ കൊത്തിയതല്ല ഇന്ത്യ. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കരുത്ത് ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഏതു നിമിഷവും ചിതറിത്തെറിക്കും എന്ന് പറഞ്ഞ ഇന്ത്യ. അതിനപ്പുറത്ത് ഒറ്റ വികാരമുണ്ട്, അത് ഏകശിലാശാസനമല്ല എന്ന പ്രഖ്യാപനം. നമ്മളെല്ലാവരും 15,308. കാസർഗോഡ് MV ബാലകൃഷ്ണനേക്കാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 15,308 വോട്ടുകൾക്ക് മുൻപിൽ. കണ്ണൂരിൽ സുധാകരന്റെ കേസ് 40,824 വോട്ട്. CPM-ന്റെ കോട്ട കൊത്തവങ്ങളെ ഇതാ സുധാകരന്റെ രഥം അമർത്തിക്കളയുന്നു. ആ രഥചക്രങ്ങൾക്കിടയിലാണ് ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പും. CPM-ന്റെ കോട്ടകളെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കിക്കൊണ്ട് സുധാകരൻ. ലീഡ് നില മാറി മറിയുന്ന എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആറ്റിങ്ങലിലെ ഏറ്റവും വിശദമായ പുതിയ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അടൂർ പ്രകാശ് 91,332 വോട്ടുകളാണ് ഇതുവരെ എണ്ണിയപ്പോൾ ലഭിച്ചത്. 91,332 വോട്ടുകൾ. അഡ്വക്കേറ്റ് വി ജോയ്ക്ക് 92,632 വോട്ടുകളാണ് ലഭിച്ചത്. 85,819. ശ്രദ്ധിക്കണം, 91,000, 92,000, 85,000. വലിയ വ്യത്യാസമല്ല BJP-ക്ക്. വി മുരളീധരൻ കേന്ദ്രമന്ത്രി മത്സരിച്ച മണ്ഡലമാണ്. എത്ര വോട്ട് വി മുരളീധരൻ? എത്ര വോട്ട്? 85,819. അതായത് 91,000, 92,000, 85,000. 7,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്ത് സംഭവിക്കാൻ കേട്ടോ, ഇത് ഒന്നുമായില്ല. ആരും ഇപ്പോഴേ ഒരു തീർച്ചയിലെത്തണ്ട. അവിടെ എന്തും നടക്കും. 3 ലക്ഷത്തിൽ ചില്ലറ വോട്ട് എണ്ണയിട്ടുള്ളൂ. പകുതിയില്ല, 3,1 വോട്ടുകളുണ്ട് ആറ്റിങ്ങലിൽ. മറ്റൊരു സംസ്ഥാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ബീഹാർ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. 40 സീറ്റുകളാണ് ആകെ. അവിടെ JDU-ന് 14 സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. BJP 11 സീറ്റിൽ. RJD കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും നേടാത്ത RJD ഇത്തവണ 5 ലീഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബീഹാറിലെ സ്റ്റാർ എന്ന് പറയുന്നത്, സ്റ്റാർ ക്യാമ്പയിനർ, ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ, അത് തേജസ്വി യാദവ് ആയിരുന്നു. അവിടെ ചിരാഗ് പസ്വാന്റെ പാർട്ടി 5 ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ CPI, അതെ, നമ്മൾ CPI മാല എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി 2. CPI-ക്ക് ആശ്വസിക്കാൻ കേട്ടോ. CPM അമ്രാറാം സിക്കറിൽ മത്സരിക്കുന്നത് പോലെ തന്നെ CPI ബീഹാറിൽ 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു.